ഹലോ. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി ഇത് തിരുനാവായിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ കുട്ടിമാമനും ആൻറ്റിയും കണ്ണനും കുഞ്ഞാറ്റും എല്ലാവരും കൂടെ നമ്മൾ പുറത്തൂരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മനൂനെയും പാപ്പനെയും ഉണ്ണിക്കുട്ടനെയൊക്കെ കാണാൻ വേണ്ടി കേട്ടോ. ഉണ്ണിമോളും അവരുടെ അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നല്ല ചെമ്മീൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഇത് 7:15 അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇറങ്ങാൻ നേരത്താണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ണിക്കുട്ടനെന്ത് കരിങ്കാളിയല്ലേ കളിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ കണ്ട ഉടനെ തന്നെ പിന്നെ എല്ലാവരും കൂടെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴേക്കും എല്ലാവരും കൂടെ ഇറങ്ങി. ഞാനങ്ങനെ വല്ലാത്തൊരവസ്ഥ അല്ലേ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ പിന്നെ തവളപ്രക്കാണ്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പം പുറത്തൂരിക്ക് പോയില്ലേ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ടോമിക്കുട്ടൻ അതേ കൂട്ടിന്ന് നമ്മളെല്ലാവരെയും കണ്ടപ്പോൾ ഇറങ്ങി. ടോമിക്ക് നമ്മൾ ചെല്ലുമ്പോഴും ഇങ്ങനെ പരിചയക്കേടൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ടോമി അങ്ങനെ ബഹളമൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. പിന്നെ ടോമി നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടീൻ്റെ അടുത്തോട്ട് വന്നിട്ട് നമ്മളെ വണ്ടി എടുക്കണക്കാട്ടും മുമ്പേ ഒക്കെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ നെക്സ്റ്റോയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റോയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ നെക്സ്റ്റോയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളൊരു 8 മണി ആകുമ്പോഴേക്കും എത്തിയെങ്കിൽ പോലും അവിടെ പാർക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടില്ലോ, ആൾക്കാരെല്ലാവരും ട്രോളിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റോ എന്നാണ് കേട്ടോ. നെക്സ്റ്റോ എന്ന് ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക്. അത് എക്സ് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത് കണ്ടില്ലേ, മൊത്തത്തിലുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ, ഭയങ്കര ബില്ലിങ് സെക്ഷനൊക്കെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഒരു വാളറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ വാങ്ങാൻ നിന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അവിടുത്തെ ചെക്കന്മാരുടെ കൊണ കാരണം തന്നെ കേട്ടോ. അപ്പോൾ കൊണയുടെ ഫുൾ ഫോം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊണ എന്ന് പറഞ്ഞാൽ വെറും ചോറിയായിട്ടുള്ളൊരു സ്വഭാവത്തിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. പിന്നെ 199 രൂപയ്ക്കായിരുന്നു കുട ഉണ്ടായിരുന്നത്. 450 രൂപ. 450 രൂപയുടെ കുടയാണ് 199 രൂപയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഓൾറെഡി കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആ കുട ഞങ്ങൾ 150 രൂപയ്ക്ക് ഇന്ന് നന്നാക്കി വന്നു കേട്ടോ. അതൊക്കെ തന്നെയാണ് അവസ്ഥ. ആക്ച്വലി ഈ കുട നമ്മൾ നല്ലോണം നിവർത്തി നോക്കണം, എന്നാലും അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നോ, പിന്നെ അതിൻ്റെ കളറൊക്കെ ഷെയ്ഡ് മാറിയിട്ടൊക്കെ ഉണ്ട് ഒരു സൈഡിലൊക്കെ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഓഫറിൽ ഇട്ടിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പേര് ഉള്ളിയൊക്കെ എടുക്കുന്നുണ്ടല്ലേ. പിന്നെ നമ്മൾ മുകളിലത്തെ സെക്ഷനിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അധികമൊന്നും എടുത്തിട്ടില്ല. പിന്നെ പഞ്ചസാര എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ 90 രൂപ കൊടുത്തു കഴിഞ്ഞാലേ പഞ്ചസാര കിട്ടുള്ളൂ കേട്ടോ. 5 കിലോ പഞ്ചസാര നമ്മൾ 700 രൂപയ്ക്ക് എന്തോ പർച്ചേസ് ചെയ്തോളൂ. അതിനുശേഷം ഞങ്ങളിത് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഇത് നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. മുംബൈ തട്ടുകട കേട്ടോ. അത് പഴയ വിശ്വാസ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പഴയ വിശ്വാസ് അതിൻ്റെ ആ ഓപ്പോസിറ്റ് ഭാഗത്തൊക്കെ ആയിരുന്നു ഈ കട കേട്ടോ. പഴയ വിശ്വാസം തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ വിശ്വാസം തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കണം. ഞങ്ങളവിടെ പോയി കഴിഞ്ഞിട്ട് പൊറോട്ട, ഞങ്ങളെല്ലാവരും പൊറോട്ട 2 വീതം കഴിച്ചു. അമ്മ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നത് ഞങ്ങളൊരു സന്തോഷമാണ് കേട്ടോ. എല്ലാവരും കൂടെ പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, നൈറ്റ് ഒരു ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു സിനിമയൊക്കെ കാണാറുണ്ട് സാധാരണ ദിവസങ്ങളിലായിട്ട്. അപ്പം എല്ലാവരും ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കാട ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാട ഫ്രൈ വന്നിട്ടുണ്ട്. തവളേനെ പോലെ ഉണ്ട് കാടേനെ കാണാൻ, കണ്ടോ? എല്ലാവർക്കും നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അയ്യോ തവള ഫ്രൈ ആണോ അങ്ങനെ. പിന്നെ നമ്മൾ ഡ്രൈ ചില്ലി ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂട്ടി നല്ല ഉഷാറായിട്ട് ഞങ്ങൾ അന്നത്തെ അത്താഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ആ കടയും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ. കണ്ടില്ലേ, കാടകൾ തൂക്കിയിട്ടിരിക്കുന്ന നല്ലോണം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പം സീ ഫുഡും കുറേ ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ സീ ഫുഡാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന്, നിങ്ങളിങ്ങനെ ഇതുപോലെ പുറത്തൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരും ഇങ്ങനെ രാത്രിയൊക്കെ വൈബ് അടിച്ചിട്ട് ഫാമിലിയായിട്ട് പോയി പുറത്ത് നിന്ന് കഴിക്കണവരും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകണവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കടയൊന്ന് പോയി നോക്കൂ. നല്ല കിടിലനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി വീട്ടിലെത്തി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.